രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗത്തിൻ്റെ എണ്ണവും അളവും വലിയ തോതിൽ കൂടിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ ഹെയ്റ്റ് ലാബ് എന്ന പേരിലുള്ള ഒരു അമേരിക്കൻ ബേസ്ഡായ ഒരു റിസർച്ച് വിങ് നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 2024 മാത്രം 71% വർധനയാണ് ഇന്ത്യയിൽ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പോയ വർഷം 2023 അത് 600 സംതിങ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം 1200 മുകളിലേക്ക് പോയി ഈ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ എണ്ണം. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സാർ, ഇലക്ഷൻ നടന്ന വർഷമാണ്, അവിടെയാണ് ഈ ഹെയ്റ്റ് സ്പീച്ചുകളുടെ എണ്ണം ഇത്രയും കൂടിയത്. അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അതെ. കാര്യം ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ 80കളുടെ അവസാനമൊക്കെ നമ്മൾ ഈ പ്രധാനമായും ഹിന്ദു സന്യാസിമാർ ഉമാ ഭാരതി, സ്വാതി ഋതാംബര, പിന്നെ അല്ലെങ്കിൽ VHP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അശോക് സിംഗാൾ, ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. ലേറ്റ് 80s ആൻഡ് ഏർലി 90s. ബാബറി മസ്ജിദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ കാലത്തെ വിവാദങ്ങൾ അത്രയും. അവരാണ് കൂടുതലും ഈ ഹെയ്റ്റ് മോങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അവരാണ് കൂടുതലും വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടന്നത്. ഒരു വിദ്വേഷ പ്രസംഗം നടന്നാൽ തന്നെ വലിയ ചർച്ചയായിരുന്നു ആ കാലത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ VHP എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് BJP തന്നെ സ്വന്തം നിലയ്ക്ക് ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങളെ ഏറ്റവും ഉയരത്തിൽ അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങളാക്കി മാറ്റിയ ഒരു കാലഘട്ടം. അതിപ്പോൾ 2023 നിന്ന് 24 എത്തുമ്പോൾ ഈ 74% വർധനയുണ്ടായി എന്ന് പറയുന്നത് നമ്മളെ ഒട്ടും ഞെട്ടിപ്പിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഇനി അത് 100% ആയാലും 200% ആയാലും ഒട്ടും ഞെട്ടിപ്പിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് അത്രയും നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. വളരെ ഒരു വിദ്വേഷ പ്രസംഗം എവിടെ നടന്നാലും, ഇപ്പോൾ ഇവിടെ നമുക്കറിയാലോ, PC ജോർജ് ഒരു വിദ്വേഷ പ്രസംഗം, ഒരു പരാമർശം നടത്തിയിട്ട് എന്ത് സംഭവിച്ചു കേരളത്തിൽ? ഒന്നും സംഭവിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് പോലും ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തെ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് കിട്ടുന്നവരെ പോലീസ് ഒന്നും അനങ്ങുന്നില്ല. അറസ്റ്റിൽ നിന്നുള്ള പിന്നെ ഒരു ഇത് കൊടുക്കുന്നു, സെക്യൂരിറ്റി കൊടുക്കുന്നു, അങ്ങനെ അതോടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ 92 ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ കണ്ടതല്ല 2002 ശേഷം നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. ഈ വംശഹത്യയുടെ പലതരം രൂപഭാവങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടു കഴിഞ്ഞു. മുസഫർബാദ്, പിന്നെ അവിടുത്തെ കൂട്ടക്കൊലകൾ, അതുപോലെ തന്നെ ഗുജറാത്തിൽ നടന്നിട്ടുള്ളതും അതിനുശേഷവും പിന്നീടും ഒക്കെ നടന്നിട്ടുള്ള സംഗതികൾ. അപ്പോൾ അതുകൊണ്ട് അതിലൊട്ടും തന്നെ ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു നമ്മളെ എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇത് കാണേണ്ടത് ഇത് ഭരണകൂട അജണ്ടയുടെ ഭാഗമായി മാറുന്നു എന്നാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അത് കേവലം ഏതെങ്കിലും ഫ്രിഞ്ച് എലമെൻസിൻ്റെ പ്രശ്നമായിട്ടോ, അല്ലെങ്കിൽ ഒരു തവണ പിന്നെ ഹരിദ്വാറിലോ മറ്റോ ചേരുന്ന ഏതെങ്കിലും സംസദ്, അല്ലേ, ധരം സംസദിൻ്റെ ഒരു സംഗതി മാത്രമായിട്ടോ ഒന്നും അവസാനിക്കുകയല്ല. അത് റൈറ്റ് ഫ്രം ദ ടോപ്പ് പോസ്റ്റ് എന്ന് പറയാവുന്ന നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് അത് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കണക്ക് തന്നെ, ഇപ്പോൾ IHL പുറത്തുവിട്ടിട്ടുള്ള കണക്ക് തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് 16 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം ജൂൺ 1 അവസാനത്തെ ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള അത്രയും കാലഘട്ടത്തിനുള്ളിൽ 200 മേലെ ഹെയ്റ്റ് സ്പീച്ച് രാജ്യത്ത് നടന്നിട്ടുണ്ടെന്നാണ്. 267 കണക്ക്. അതിൽ തന്നെ പ്രധാനമന്ത്രി നടത്തിയത് എത്രയാണ്? പ്രധാനമന്ത്രി 63 പ്രസംഗങ്ങൾ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 63 ഹെയ്റ്റ് സ്പീച്ച് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. പിന്നെ 70-ലധികം പിന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുണ്ട്. 43 ഹെയ്റ്റ് സ്പീച്ച്, കുറച്ച് കുറഞ്ഞുപോയി, അമിത്ഷാ നടത്തിയിട്ടുണ്ട്. ഇത് കണക്കുകളാണ് സൈഫു, ഇത് കൃത്യം കണക്കുകളാണ്. ഇത് കേവലമായി എന്തെങ്കിലും കൊട്ടക്കണക്ക് പറയുന്നതല്ലോ, കൃത്യമാണ്. ഇപ്പം 63, 43 എന്നൊക്കെ വേണമെങ്കിൽ 65 അല്ലെങ്കിൽ 70, 80 ഒക്കെ ആയിട്ട് പറയാമല്ലോ. അങ്ങനെ പറയുന്നില്ല, അത് കൃത്യമാണ്. ഓരോന്നും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പിൻ്റെ
ഗതി മാറ്റി വിടുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ്. ഉത്തർപ്രദേശിൽ തന്നെയാണ് അദ്ദേഹം ഏറ്റവും ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്ത പ്രസംഗം നടത്തുന്നത്. അതായത് ഇന്ത്യയിലെ പ്രോപ്പർട്ടി മുഴുവൻ ഒരു വിഭാഗത്തിനാണ് ആദ്യം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയിലൂടെ ഉണ്ടായിരുന്നത്. അതാണ് അവർ വീണ്ടും ഒപ്പോസിഷൻ വീണ്ടും നടപ്പാക്കാൻ പോകുന്നത്. ഹിന്ദുക്കളുടെ കയ്യിലുള്ള അവരുടെ കല്യാണത്തിന് അവർ അണിഞ്ഞ സ്വർണം ഉൾപ്പെടെ, അല്ലേ, അവരുടെ താലിമാല ഉൾപ്പെടെ പിടിച്ചു വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊണ്ടുകൊടുക്കും എന്ന് പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ തരത്തിലുള്ള. അതുമാത്രമല്ല, ഇവിടെ സംവരണം മുഴുവൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അതൊക്കെ നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്ക് ഇത് വ്യംഗ്യമായ ഭാഷയിൽ പലതും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അത് വാജ്പേയിയുടെ ഭാഗത്തു നിന്നുണ്ടാവാം, അദ്വാനിയുടെ ഭാഗത്തുനിന്നുണ്ടാകാം, ഈ പറയുന്ന സീനിയർ BJP ലീഡേഴ്സ് എന്ന് പറയുന്നത്. അത് വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് വലിയ പണിയായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ട. ഇപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് പ്രധാനമന്ത്രി തന്നെ അത് പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അപ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്പേഴ്സ് എന്നുള്ളത് ഒരു തരത്തിലും ആർക്കും ഒരു അങ്ങനെ ഒരു ഫീലില്ല. ഇപ്പോൾ US ഏജൻസിയുടെ ആണിത് എൻ്റെ കണക്കെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പുറത്തുള്ള ഒരുപാട് മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. BBC ചെയ്തിട്ടുണ്ട്, അൽ ജസീറ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെ മറ്റ് തരത്തിലുള്ള ഏജൻസികൾ ഒരുപാട് ഇതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ ഇന്ത്യയിൽ? ഒരു തരത്തിലുള്ള മാറ്റമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഈ നിലയിലുള്ള. എന്നാലും നിങ്ങൾ നോക്കൂ, തിരിച്ച് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് ഇതിനെല്ലാം ഇരയാവുന്നത് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ വലിയ തോതിൽ ഹെയ്റ്റ് സ്പീച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ് തിരിച്ച് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാമർശത്തിൻ്റെ പേരിലോ ഇവിടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരു മതനിരപേക്ഷ സമൂഹമായും അതിൻ്റെ സമാധാനപരമായ നിലയിലുമൊക്കെ തുടരുന്നതിനൊരു കാരണം അതുമാത്രമാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവക്കേഷൻ ഇല്ലാത്തതല്ല, ഹിന്ദുത്വ ശക്തികളുടെ പ്രൊവക്കേഷൻ ഇല്ലാത്തതല്ല. അതിനോട് റിയാക്ട് ചെയ്യുന്നവരുടെ മനസാന്നിധ്യവും അവരതിൽ പുലർത്തുന്ന ഒരു പക്വതയുമാണ് ഒരുപക്ഷെ ഇന്ത്യൻ സൊസൈറ്റിയെ ഈ നിലയിൽ ഇപ്പോൾ നിലനിർത്തുന്നത് എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ കലാപങ്ങൾ, ഇവിടെ എത്രയോ കലാപങ്ങൾ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാണെന്ന് ഇന്ത്യൻ സമൂഹം ആലോചിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നിഷാദ്, 2019 അപേക്ഷിച്ച് 2024 ഇത് കൂടിയപ്പോഴും ഹെയ്റ്റ് സ്പീച്ചിൻ്റെ എണ്ണം കൂടിയപ്പോഴും BJPക്ക് സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത് ഒരു ചെറിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണോ? അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഈ ഹെയ്റ്റ് സ്പീച്ചുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് രാജ്യത്തെ നമ്മൾ നേരിടുന്ന ദുരിതം എന്താണെന്ന് പരിശോധിച്ചാൽ 2 വശങ്ങളുണ്ട്. ഒന്നാമത്തേത്, ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് നേരെ വംശീയമായ ആക്രമണത്തിനുള്ള ആഹ്വാനം നടത്തുന്നു. ആ ആഹ്വാനം നടത്തുന്നതിൻ്റെ പ്രധാന കങ്കാണിയായി രാജ്യത്തെ ഭരണനായകൻ തന്നെ നിൽക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഉള്ളവർ അവരുടെ ഹെയ്റ്റ് സ്പീച്ച് കോൺട്രിബ്യൂഷൻസുമായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, അപ്പോൾ അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് ഈ പറഞ്ഞ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് മാത്രമാണ്. മറ്റൊന്ന്, ഈ ഹെയ്റ്റ് പൊളിറ്റിക്സും രാജ്യത്തിനാകമാനം ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമുണ്ട്. എന്താണത്? അത് ഈ പറഞ്ഞ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നും പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥും അമിത്ഷായും ഒക്കെ ഇവിടുത്തെ ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയാണ്. മെജോറിറ്റി കമ്മ്യൂണിറ്റി സേഫ് ആണെന്ന്. സത്യത്തിൽ ആലോചിച്ചു സേഫ്, മെജോറിറ്റി കമ്മ്യൂണിറ്റി കൂടി അപകടത്തിലാവുന്നൊരു കാര്യമുണ്ട്. രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളെ അപ്രസക്തമാക്കുകയാണ്. അതായത് നമ്മുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളല്ല ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നോക്കൂ, അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പറയുന്നു ഇന്ത്യയിലെ പ്രധാന പണി എന്താണ്? ഇന്ത്യയിലെ പ്രധാന പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പണി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്നതാണ്. നമ്മൾ AI യുഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ രാജ്യം എന്തായിരിക്കണം? നാളെ നമ്മുടെ രാജ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണെന്ന വംശീയമായ നുണ ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. ഞാൻ ജയിച്ചില്ലെങ്കിൽ 80-20% കൊണ്ടുപോകും, 80% വല്ലതും വേണമെങ്കിൽ എന്നെ വിജയിപ്പിക്കുമെന്ന് പ്രസംഗിക്കുകയാണ് യോഗി ആദിത്യനാഥ്. എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, മറ്റവന്മാർക്ക് വേണ്ടിയല്ല എന്ന് പരസ്യമായി പ്രസംഗിക്കുകയാണ്. 2002 നമ്മൾ പാഠം പഠിപ്പിച്ചു അക്രമികളെ എന്ന് പ്രസംഗിക്കുന്നത് ആരാണ്? അമിത്ഷായാണ്. അത് 2002 ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, ഓർക്കണം. ഇതാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രസംഗം. അതിലൊരുതരം പ്രത്യേകമായ ആവേശം കൊള്ളിക്കുകയാണ്. നമ്മൾ രാമക്ഷേത്രം നിർമ്മിച്ചു, അപ്പോൾ നിങ്ങൾ സമാധാനത്തിലിരിക്കുകയാണോ? നമുക്കിനി ഏതൊക്കെ പള്ളികൾ കിട്ടാനുണ്ട്? അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുന്നു, അവിടെ ഈ പറയുന്ന മൈനിങ് നടത്തുന്നു.
അവിടെ സർവേ നടത്തുന്നു, അതിൻ്റെ പേരിൽ വെടിവെപ്പ് നടക്കുന്നു, 5-6 പേര് കൊല്ലപ്പെടുന്നു. നിരന്തരമായി മനുഷ്യരെ ഈ പറയുന്ന സാമുദായിക വൈരത്തിൽ കുടുക്കിയിടുക വഴി അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ, എനിക്ക് എപ്പോഴും പറയുന്ന കാര്യമാണ്, ജീവിത പ്രശ്നങ്ങൾ വിസ്മൃതിയിലാവുകയാണ്. അതിൻ്റെ ഇരകളാരാണ്? രാജ്യത്തെ 140 കോടി മനുഷ്യരും അതിൻ്റെ ഇരകളാണ്. എന്തുകൊണ്ടാണ് ഗ്യാസിൻ്റെ സബ്സിഡി പറയാതെ നിർത്തിയത്? അത് കിട്ടുമോ അതോ നിർത്തിയോ? ഇപ്പോഴും ഈ ഭരണകൂടം ഉത്തരം പറഞ്ഞിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉത്തരവില്ല. അപ്പോൾ ആ ചോദ്യം നമ്മൾ ഉറക്കെ ചോദിക്കുമ്പോൾ എന്താ ഭരണകൂടം പറയുന്നത്? ഗ്യാൻവാപി പൊളിക്കണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയാണ് എല്ലാവരും. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടക്കം 85-86 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന പെട്രോൾ എന്തിനാണ് 106 തരുന്നത് എന്ന ചോദ്യം നമുക്കുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ അവർ സമ്മതിക്കില്ല. അതിന് മുമ്പ് അവരെന്ത് ചെയ്യും? രാമനവമിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും മസ്ജിദിന് മുമ്പ് പടക്കം പൊട്ടിച്ച് സീൻ ഉണ്ടാക്കി കളയും. അപ്പോൾ ഇതിൻ്റെ ഇരകൾ ആരൊക്കെയാണ്? ഇതിൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ മാത്രമാണോ? ഒരിക്കലുമല്ല. പ്രതിവർഷം 2 കോടി തൊഴിലുണ്ടാക്കുമെന്ന് പറഞ്ഞ് സർക്കാർ 3 ലക്ഷം തൊഴിലുകൾ ഇപ്പോഴും റെയിൽവേയിൽ മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. എന്താ ഞങ്ങൾ എടുക്കാത്തത്? അഗ്നിവീർ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടാക്കി നിങ്ങൾ സൈന്യത്തിൽ പ്രതീക്ഷയുമായിരുന്ന ഞങ്ങളുടെ കരിയർ മോഹങ്ങളെ തച്ചുടച്ചത് എന്താണ്? വലിയ സമരം ഉണ്ടായല്ലോ. ഗവൺമെൻറ് മറുപടി പറയത്തില്ല. ഗവൺമെൻറ് ഇത്തരം സംഗതികളിലേക്ക് എല്ലാവരെയും കുരുക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യം, തൊഴിലിനെ, നമ്മുടെ അരിയെ, നമ്മുടെ അതിജീവനത്തെ, സകലതിനെയും ബാധിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കുടുക്കിടുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോക്താവായി നിൽക്കുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിമാരുമൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ലോകം നമ്മളെ നോക്കി പറയുകയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി ഇതാണെന്ന്. അപ്പോൾ അത് നേരത്തെ സാർ പറഞ്ഞ പോലെ യൂസ്ഡ് ആയി കഴിഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരെ ഒരാൾ പച്ചയ്ക്ക് ഹേറ്റ് വിളിച്ച് പറഞ്ഞാലും ഈ രാജ്യത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുമല്ലോ മതനിരപേക്ഷ ജനാധിപത്യ കേരളം, ഇവിടെ ഞങ്ങൾ ഞെട്ടും, ഇവിടെ ഞങ്ങളത് എടുക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ PC ജോർജ് ഹൈക്കോടതിയിൽ പോയി സമ്പൂർണ്ണ സംരക്ഷണം അയാൾക്ക് കിട്ടുന്നത് വരെ പോലീസ് ഭിത്തിക്കപ്പുറത്ത് നിന്നു. എന്താണെന്ന് വെച്ചാൽ പോയി നേടിക്കൊന്നു. ഇവിടെ ഭരിക്കുന്ന ആരാണ്? ഇവിടെ ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ സർക്കാർ ഭരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ കേരളത്തിൽ, ഞാൻ പറഞ്ഞ ഈ കേരളത്തിലും നമ്മളിപ്പോൾ ഈ ഹേറ്റ് ലാബിൻ്റെയും ഹിന്ദുത്വ വാച്ചിൻ്റെയും ഒക്കെ റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള എന്തൊക്കെയോ സംഗതികൾ നടക്കുകയാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്താണ്? കേരളത്തിലിരുന്ന് പോലും നിങ്ങൾക്ക് ഏത് ന്യൂനപക്ഷക്കാരനെതിരെയും എന്ത് വൃത്തികേടും പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഈ ഭരണകൂടം നിറവേറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റത്തിനകത്ത് പെട്ടുകഴിഞ്ഞിരിക്കുന്നു. അവിടെ മാത്രമാണോ? ഫേസ്ബുക്കിൽ എന്തുമാത്രം വംശീയമായ വൃത്തികേടുകൾ ആരെല്ലാം എഴുതിയിട്ടുണ്ട്? ആർക്കെല്ലാം ഇതിലെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് പരാതികൾ പോയിട്ടുണ്ട്? എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും ആൾക്കാർ നടപടി എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഹിന്ദുത്വ വാച്ചിൻ്റെയും ഹേറ്റ് ലാബിൻ്റെയും ഒക്കെ റിപ്പോർട്ട്സിലുള്ളതെന്ന് കാണേണ്ട, ഈ കേരളത്തിലടക്കം ഏത് തരത്തിലുള്ള വംശീയതയും വൃത്തികേടും വിളിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നടപടിയെടുക്കാത്തവർ നടപടിയെടുക്കാത്തവരടത്തിൽ അതിനെ പിന്തുണയ്ക്കുകയോ അതിനോ എൻകറേജ് ചെയ്യുകയോ ചെയ്യണം. ആ കൂട്ടത്തിൽ നമ്മുടെ ഭരണകൂടമുണ്ട്. ഈ ഭരണകൂടം ഒരു വർഗീയ ഭരണകൂടമാണെന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. പക്ഷേ വർഗീയത എന്ന് പറയുന്ന അടിസ്ഥാന പ്രശ്നത്തോട് ഒരു കണിശ സമീപനവുമില്ലാത്ത ഒരു ലോക്കൽ ഭരണകൂടത്തിനോട് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് PC ജോർജിൻ്റെ എക്സാമ്പിൾ. അതുകൊണ്ട് ഇത് നമ്മൾ പറയുക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചില്ല. കാരണം ഇത് നമ്മുടെ രാഷ്ട്ര ശരീരത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 100 വർഷത്തോളം എടുത്തിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഈ രാഷ്ട്ര ശരീരത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇറക്കി വിടാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJP കിട്ടിയില്ല. ഫൈസാബാദിൽ ക്ഷേത്രം ഉണ്ടാക്കിയ സ്ഥലത്തടക്കം BJP തോറ്റുപോയി. അവിടെ എന്താണ്? മനുഷ്യർ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പതിയെ. എത്ര കാലം നമ്മൾ അമ്പലത്തെക്കുറിച്ച്, എത്ര കാലം പള്ളികളെക്കുറിച്ച് നമ്മൾ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും? നമുക്ക് അരി വേണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് പാല് വേണ്ടേ? നമുക്ക് ജോലി വേണ്ടേ എന്ന് മനുഷ്യർ ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ ഈ ഹേറ്റ് പൂർണ്ണമായും വിഴുങ്ങാതെ മാറ്റി വോട്ട് ചെയ്ത മനുഷ്യരിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇത് ആർക്കെങ്കിലും ഇതിരെ പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമാണ് ഇതിന് ഇരകളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ചും അറ്റാക്സും ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻസിനെതിരെയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാലും സൗത്ത് ഇന്ത്യയിൽ തന്നെ പലയിടത്തും അവരുടെ ഞായറാഴ്ച കുർബാനകൾ അനുവദിക്കുന്നില്ല, ഒത്തുചേരൽ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യും? ഒന്നിൽ ആക്രമിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മതപരിവർത്തന നിരോധന നിയമം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ട്. ആ നിരോധന നിയമം ഉപയോഗിച്ച് പിടിച്ചകത്തിട്ട് കളയും. അങ്ങനെ വലിയ തോതിലുള്ള പ്രോസിക്യൂഷൻ അനുഭവിക്കുകയാണ്. 270 പള്ളികളാണ് മണിപ്പൂർ തകർത്തത്. അവർ നേരത്തെ സ്കെച്ചിട്ട് വച്ചതുപോലെ പിറ്റേന്ന് തന്നെ ഞങ്ങളുടെ പള്ളികളിലേക്ക് വഴിതെറ്റാതെ വന്ന് തകർത്തു എന്നാണ് ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞത്. അത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമാണ് ഇതിൻ്റെ ഇരകൾ, അല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇത് അടിസ്ഥാനപരമായി ഈ രാഷ്ട്രത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അത് മനുഷ്യരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിൽ പങ്കാളിയാവുക എന്നുള്ളത് നമ്മളെയും മറ്റുള്ളവരുടെ ഇത് കേൾക്കുന്നവരുടെയും എല്ലാവരുടെയും ബാധ്യതയാണെന്ന് ഞാൻ പറയും. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവവികാസം എന്ന് പറയുന്നത് നമുക്ക് ജുഡീഷ്യറി ആണല്ലോ ഏറ്റവും അവസാനത്തെ ആശ്രയം. ജുഡീഷ്യറിയിൽ നിന്ന് പോലും അത് കേട്ടു തുടങ്ങി എന്നുള്ളത്. സീനിയർ ലീഡർ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുന്നതാണോ ഈ നടത്തിയിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ? 2019 എത്ര കേസുകളാണ്? എല്ലാത്തിനും ക്ലീൻ ചിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ, ജുഡീഷ്യറി, ഇവയൊക്കെ അത് നമ്മൾ മൊത്തം മലിനമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തമാവുക പ്രയാസമാണ്. അതിൽ നിന്ന് മുക്തമാകാനാണ്, അതിൽ നിന്ന് മുക്തമായി എഴുന്നേറ്റ് നിൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവില്ല.